സ്നാനം ഒരിക്കൽ മാത്രം മതിയാകുന്നതാകുന്നു. ശിശു സ്നാനമേറ്റ കുഞ്ഞുങ്ങൾ ക്രിസ്തീയ വിശ്വാസത്തിൽ വളർത്തപ്പെടുകയും കർത്താവിലുള്ള അവരുടെ വിശ്വാസം 14 വയസ്സിന് മുമ്പെങ്കിലും പരസ്യമായി ഏറ്റുപറയുകയും ചെയ്യേണ്ടതാണ്. തങ്ങളുടെ മക്കൾ ക്രിസ്തുവേശുള്ള അവരുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ് സ്നാനം ഏൽക്കണമെന്ന് ഏതെങ്കിലും മാതാപിതാക്കൾക്ക് താല്പര്യമുള്ള പക്ഷം അപ്രകാരം ചെയ്യുന്നതിനുള്ള അനുവാദവും ഉണ്ടായിരിക്കുന്നതാണ്. എന്നാൽ അങ്ങനെയുള്ളവർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ശിശുപ്രായത്തിൽ തന്നെ പൊതു ആരാധന സ്ഥലത്ത് വെച്ച് പരസ്യമായി പ്രതിഷ്ഠിക്കേണ്ടതും ആ കുഞ്ഞുങ്ങൾ 14 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് ക്രിസ്തുവേശുള്ള അവരുടെ വിശ്വാസം പരസ്യമായി ഏറ്റുപറഞ്ഞ് സ്നാനം സ്വീകരിക്കേണ്ടതുമാണ്. സ്നാനം കൊണ്ട് വീണ്ടും ജനനം ഉണ്ടാകുമെന്നുള്ള ഉപദേശം ഈ സഭ നിഷേധിക്കുന്നു. സ്നാനമേറ്റവരെല്ലാം അതുകൊണ്ട് സ്വർഗരാജ്യത്തിൽ പോകും എന്നുള്ള ഉപദേശം സഭയ്ക്കില്ല. സഭയിൽ വിശ്വാസത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്ത് കർത്താവുമായുള്ള ബന്ധത്തിൽ അവർ ജീവിച്ച് മുന്നോട്ട് പോകണം എന്നാണ് സഭ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സ്നാനത്തെക്കുറിച്ച് വളരെ വ്യക്തമായ നിലപാടുകൾ സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ സഭയ്ക്കുണ്ട്. കുഞ്ഞുങ്ങളെ ചെറിയ പ്രായത്തിൽ പൊതു ആരാധന സ്ഥലത്ത് വെച്ച് പ്രതിഷ്ഠിച്ച്, ഇവരെയൊക്കെ അങ്ങനെ ചെയ്തതാണ്. പക്ഷേ അവർക്ക് അതൊന്നും അറിയില്ല. അവർ കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നുകൊണ്ട് എന്താണ് ചെയ്തതെന്നുള്ള കാര്യം അവർക്കറിയില്ല. എന്നാൽ മാതാപിതാക്കൾ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ചെറിയ പ്രായത്തിൽ അവർ ഒരുപക്ഷെ ഞങ്ങളുടെ മാതൃ ഇടവകയിലായിരിക്കാം കുഞ്ഞുങ്ങളെ പ്രതിഷ്ഠിച്ച് സഭയുടെ അംഗത്വത്തിലേക്ക് കൊണ്ടുവന്നതാണ്. എന്നാൽ വിശ്വാസ സ്നാനം അല്ലെങ്കിൽ വിശ്വസിച്ച സ്നാനമേറ്റ് അല്ലെങ്കിൽ സ്ഥിരീകരണം കൈക്കൊള്ളുന്ന സമയത്താണ് ഒരു സഭയുടെ പൂർണ്ണ അംഗത്വത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ സഭയുടെ പിന്നെ കൺഫർമേഷൻ സ്വീകരിച്ച് സഭയുടെ പൂർണ്ണ അംഗത്വത്തിലേക്ക് അവർ കടന്നു വരുന്നതിനിടയാവും. സ്നാനത്തെ സംബന്ധിച്ച് 1-2 കാര്യങ്ങൾ ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. അതിലൊന്ന്, സ്നാനം സഭയുടെ അംഗത്വത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. അവരുടെ പേരുകൾ സഭയുടെ അംഗത്വ ലിസ്റ്റിലുണ്ടെങ്കിലും കർത്താവിനോടുള്ളൊരു ബന്ധത്തിൽ സഭയുടെ പൂർണ്ണ അംഗത്വത്തിലേക്ക് വരുന്നതിനുള്ള അനുഭവമാണുള്ളൂ. രണ്ടാമതായിട്ട് സ്നാനത്തെ സംബന്ധിച്ച് പറയാനുള്ളത്, യേശു കർത്താവിനോട് ചേരുന്ന ബാപ്റ്റിസോ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഉണ്ടായത്. ബാപ്റ്റിസോ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫൈ വിത്ത് ക്രൈസ്റ്റ്, യേശു കർത്താവിനോട് ചേരുക. ഇപ്പോൾ ഇവർക്ക് ഇന്ന് യേശു കർത്താവിൻ്റെ മക്കളെന്നൊരു ഐഡൻറ്റിറ്റി ഉണ്ടാകുകയാണ്. ഐഡൻറ്റിറ്റി കാർഡ് ഒക്കെ ലോകം എവിടെയും നമുക്ക് ആവശ്യമുള്ളതാണ്. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ യേശുവിൻ്റെ മക്കളാണ്. അവർ ഐഡൻറ്റിറ്റി ഈസ് ദാറ്റ് വി ബിലോങ് ടു ക്രൈസ്റ്റ്. ഞങ്ങൾ യേശുവിനുള്ളവരാണ്. അപ്പോൾ യേശുവിനുള്ളവരാണെന്നുള്ള ഉറപ്പ് പരസ്യമായിട്ട് സഭയുടെ മുൻപാകെ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച്, അത് ശിശുപ്രായത്തിൽ കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ സ്നാനപ്പെടുത്തിയാലും, എന്നാൽ ശിശുപ്രായത്തിൽ പ്രതിഷ്ഠിച്ച ശേഷം മാതാപിതാക്കൾ പ്രായമാകുമ്പോൾ കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തി സഭയുടെ പൂർണ്ണ അംഗത്വത്തിലേക്ക് കൊണ്ടുവന്നാലും രണ്ടും ഒരുപോലെ സ്വീകാര്യമാണെന്നാണ് സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ സഭയുടെ നിലപാട്. ഏതെങ്കിലും ഒന്ന് കൂടുതൽ മെച്ചമായതോ അവരുടെ സ്വാതന്ത്ര്യം പോലെ അവരുടെ താല്പര്യം പോലെ അത് ചെയ്യാവുന്നതാണ്. എന്നാൽ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം യേശുവിനോട് ചേരുക എന്നുള്ളതാണ്. കർത്താവിനോട് ചേരുക. സഭയ്ക്കുള്ള 2 സാക്രമെൻറ്റ്സിലും അതിനകത്ത് ഉപയോഗിക്കുന്ന എലമെൻറ്റ്സ് ഉണ്ട്. ബാപ്റ്റിസത്തിൽ അത് വെള്ളമാണ്. വാട്ടർ ഈസ് ദ എലമെൻറ്റ് യൂസ്ഡ് ഇൻ ബാപ്റ്റിസം. അതുപോലെ തിരുവത്താഴത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വീഞ്ഞുകൾ, വൈൻ ആൻഡ് ബ്രെഡ്, ദേ ആർ ദി സിംബൽസ്. അപ്പോൾ അത് തിരുവത്താഴത്തിൽ ഉപയോഗിക്കുന്ന എലമെൻറ്റ്സാണ്. ഇതെല്ലാം കർത്താവിൻ്റെ വ്യക്തമായ കൽപ്പനയാണ്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുന്ന സമൂഹമാണ് സഭ. ചർച്ച് ഈസ് ദി കവനന്റ് കമ്മ്യൂണിറ്റി ഓഫ് ഗോഡ്. ദൈവവുമായിട്ടൊരു ഉടമ്പടി ചെയ്ത സമൂഹമാണ് സഭ. അപ്പോൾ സഭയുടെ പൂർണ്ണ അംഗത്വത്തിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരികയും അവരവരുടെ തീരുമാനം പറഞ്ഞ്, അല്ലെങ്കിൽ അല്പം കഴിയുമ്പോൾ ഇവരെല്ലാം സാക്ഷ്യം പറയുന്നുണ്ട് നമ്മുടെ മുമ്പിൽ, സാക്ഷ്യം പറഞ്ഞ് കർത്താവിനോട് ചേരുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്ന ശുശ്രൂഷയാണ് സ്നാനം. അപ്പം നമ്മളെല്ലാം പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം ഈ കുഞ്ഞുങ്ങൾ ഇവരുടെ വിശ്വാസ യാത്രയിലെ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു മൈൽ സ്റ്റോണാണ് ഈ ദിവസം നമുക്ക് വേണമെങ്കിൽ പറയാം. ടുഡേ ഈസ് എ വെരി സിഗ്നിഫിക്കൻറ്റ് മൈൽ സ്റ്റോൺ ഇൻ ദെയർ സ്പിരിച്വൽ ജേർണി. കർത്താവുമായിട്ടുള്ള അവരുടെ വിശ്വാസയാത്രയിലെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ല് സ്നാനമേൽക്കുന്ന ദിവസം. കൺഫർമേഷനും അതുപോലെ തന്നെയാണ്. ആദ്യമായിട്ട് തിരുവത്താഴം കൈക്കൊള്ളുന്ന സമയം സ്നാനമേറ്റ കുഞ്ഞുങ്ങൾ, വിശ്വസിച്ച് സ്നാനമേറ്റവർ, അല്ലെങ്കിൽ പരസ്യമായ കർത്താവിനെ സാക്ഷിച്ച് സ്നാനമേറ്റവർ, കൺഫർമേഷൻ പൂർത്തിയാക്കുന്നവർ, അവർ സഭയുടെ പൂർണ്ണ അംഗത്വത്തിലേക്ക് വന്ന് എല്ലാ സഭാംഗങ്ങൾക്കുള്ള എല്ലാ അവകാശവും അവർക്ക് ലഭിക്കുന്നു. തിരുവത്താഴത്തിൽ പങ്കെടുക്കുന്നതിനുള്ള അവകാശവും.
അപ്പോൾ ഇന്ന് ഈ കുഞ്ഞുങ്ങൾ കർത്താവിനെ ഏറ്റുപറഞ്ഞ് സാക്ഷിച്ച് ഞങ്ങൾ കർത്താവിനുള്ളവരാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, സ്നാനം എന്ന് പറയുന്നത് യേശുവിനോട് ചേരുന്നതിനുള്ള അനുഭവമാണ്, കർത്താവിനോട്. അപ്പോൾ അവർ ഇതുവരെ കർത്താവിൻ്റേതല്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അങ്ങനെയാണ്. എന്നാൽ പരസ്യമായിട്ട് കർത്താവിനെ സാക്ഷിച്ച് സ്നാനമേറ്റ് സഭയുടെ പൂർണ്ണ അംഗത്വത്തിലേക്ക് അവർ വരുമ്പോൾ കർത്താവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ അവരുടെ മേലുണ്ടാകുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇവർ ഓരോരുത്തരും ദൈവത്തിന് വളരെ വിലപ്പെട്ടവരാണ്. മാതാപിതാക്കൾ ഇവരെ കർത്താവിന് വേണ്ടി വളർത്തുകയായിരുന്നു. നമ്മൾ ഒരു ശരിയായ ആത്മീയ അർത്ഥത്തിൽ ചിന്തിച്ചാൽ കുഞ്ഞുങ്ങളെല്ലാം ദൈവത്തിൻ്റേതാണ്. നമ്മൾ മാതാപിതാക്കൾ അവരെ ദൈവകൃപയിൽ വളർത്തുന്നതിനുള്ള കാര്യവിചാരകന്മാർ മാത്രമാണ്. പേരൻസ് ആർ ഓൺലി സ്റ്റൂവർഡ്സ് ഡെഡിക്കേറ്റഡ് ടു നർച്ചർ ചിൽഡ്രൻ ഇൻ ദ ഫെയ്ത്ത്. മാതാപിതാക്കളെ ദൈവം ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുകയാണ് അവരെ വിശ്വാസത്തിൽ വളർത്തുന്നതിന്. അങ്ങനെ മാതാപിതാക്കൾ വളരെ പ്രാർത്ഥനയോടെ കുഞ്ഞുങ്ങളെ വളർത്തി. ഈ നാളുകളിൽ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ വളർത്തുന്നതിന് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളൊക്കെ വളർന്നു വന്ന കാലങ്ങളെ അപേക്ഷിച്ച് ഒത്തിരിയും സമ്മർദ്ദങ്ങളുടെ മധ്യയാണ് കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത്. വിശ്വാസത്തിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ കുഞ്ഞുങ്ങളെ ദൈവം സഹായിക്കട്ടെ. To grow in the faith is a big challenge for our young people, and our parents, all of us should pray every day for them so that the Lord will watch over them and bless them and enable them to walk in the Lord's steps. കർത്താവിൻ്റെ കാൽച്ചുവടുകളിൽ അവനെ പിൻപറ്റുവാൻ അവർക്ക് കൃപ ലഭിക്കുന്നതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കുവൈറ്റ് ഇടവയ്ക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ്. 6 കുഞ്ഞുങ്ങൾ ഇന്ന് കർത്താവിനെ ഇവിടെ സാക്ഷിച്ച് സ്നാനമേറ്റ് സഭയുടെ പൂർണ്ണ അംഗത്വത്തിലേക്ക് കടന്നു വരുന്ന ശുശ്രൂഷ വളരെ അനുഗ്രഹമായി തീരട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇനിയും നമ്മൾ ഈ ശുശ്രൂഷയിൽ കുഞ്ഞുങ്ങളുടെ സാക്ഷ്യം പറയുന്നതിനുള്ള സമയമാണ്. പിന്നീട് ശുശ്രൂഷയുടെ പൂർത്തിയാക്കിയ ശേഷം നമ്മൾ ബാപ്റ്റിസം ടാങ്കിൻ്റെ അടുത്തേക്ക് പോയി അവിടെ ശുശ്രൂഷകൾ പൂർത്തിയാക്കുകയാണ്. പ്രാരംഭമായിട്ട് ഇവരുടെ സാക്ഷ്യങ്ങൾ കേൾക്കാം. ഓരോരുത്തരായിട്ട് ഇവിടെ വന്ന് അവരുടെ സാക്ഷ്യം പറയുന്നതിനുള്ള അവസരമാണ്. Now is the time for the candidates to give their testimony, and let's be all in prayer so that the Lord would bless them. അവരവരുടെ സാക്ഷ്യം പറയുന്നതിനുള്ള അവസരമാണ്. നമുക്ക് അവരെ ഓരോരുത്തരെ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ. ലേവി കം. Praise the Lord. I thank the Lord for giving me a wonderful opportunity to stand before all of you. I stand here as a witness of Jesus Christ. Lord has been wonderful to me. Even before I was born, when I was in my mother's womb, God knew everything about me. He knew each and every details about me. He knew my name. I was greatly loved by God. And I thank the Lord for that. I especially thank the Lord for giving me this wonderful community here, or this group. You all were like mentors to me. You guys advised me spiritually. You guys brought me up, and you guys showed me the difference between right and the wrong. I thank the Lord for that. Especially, I thank the Lord for the wonderful friends group that He has given me from this church. They were, of course, wonderful entertainment, but especially the seniors there. Whenever I had like doubts spiritually, I would go to them and they would always come with a solution. My friends, they doubled my joy and they divided my sorrow. They were with me through my thick and thin. I thank the Lord for that. I've gone through suffocating friendships where I couldn't find a choice. Should I be friends with them or not? The Lord has been wonderful and He had been with me throughout all those situations. He had showed me the right path and He had helped me. The Holy Spirit was there to guide me. I thank the Lord for that. Now in my life, I have realized that I am a sinner. And only by His grace was I saved. Only through His blood was I saved. I know that He died for my sins. And I know that He rose up again. And I thank the Lord for that. So today I declare my faith.
and I declare Him as my personal Savior. And I hope that all of you uphold me in your prayers. Thank you. Praise the Lord, respected Bishop, Most Reverend Dr. Thomas Abraham Tirumeni, and Senior Achan K.C. George Achan, and our Reverend C.B. Achan. Greetings to all in the giving me this opportunity to testify myself. I thank the Lord for giving me this opportunity to testify myself. I thank our Achan, Reverend CBPJ, for taking these classes. I'm grateful towards my parents and grandparents who guided me till here. I'm thankful towards all my Sunday school teachers and headmasters helping to know about Jesus through lessons and stories. I accepted Jesus Christ as my personal Savior in Sunday school on 25th August 2025. Keep me in your prayers. Thank you. Praise the Lord. I thank God for giving me this wonderful opportunity to stand in His presence. God was grateful to me in my life. He helped my family in my studies. I was born again on 17th August 2023 in a CEF VBS. I was taking classes on why Jesus was important. God took control over me and destroyed the devil's works on me. I accepted Jesus as my personal Savior. I would like to read a verse, Titus 3 verse 5. He saved us not because of righteous things we had done, but because of His mercy. He saved us through the washing of rebirth and renewal by the Holy Spirit. Now, as I am going to be baptized in the name of the Lord, I submit my life to Jesus. Now I would like to thank CB Achan, K.C. George Achan, and the Tirumeni who are here and who prayed for me. I also thank my parents who was there and supported me throughout my life. I also thank the Sunday school teachers who taught me about God. I also thank all the church members who prayed for me. As a child of God, I wish to lead a holy life in God's presence. Thank you. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. റെസ്പെക്റ്റഡ് മോസ്റ്റ് റവറൻഡ് ഡോക്ടർ തോമസ് അബ്രഹാം തിരുമേനി, കെ.സി. ജോർജ് അച്ഛൻ, ഇടവകാരി CB അച്ഛൻ, മാതാപിതാക്കൾ, എൻ്റെ ക്രിസ്തുവിശ്വൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, വീണ്ടും വരുവായിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. വീണ്ടും ദൈവത്തിൻ്റെ മുമ്പിലൊരു സാക്ഷിയെ നിൽപ്പാൻ സഹായിച്ച കൃപയെ ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നത് 2020 മാർച്ച് 22-ാം തീയതി ഒരു സാധാ കുടുംബ പ്രാർത്ഥന. 2-3 കുടുംബങ്ങൾ അന്ന് കൊറോണ ആയതുകൊണ്ട് ഞങ്ങൾ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് ദൈവത്തെ അറിയാനും എൻ്റെ പാപങ്ങൾ ഏറ്റുപറയാനും റോമർ 10:9 പറഞ്ഞത് യേശു ക്രിസ്തുവിനെ എൻ്റെ സ്വയ രക്ഷിതാവായിട്ടും സ്വീകരിക്കാൻ ദൈവം എനിക്ക് കൃപയുണ്ടാക്കി. ഞാനൊരു വായിക്കാനായിരിക്കുന്നു. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അപ്പോൾ എനിക്ക് നല്ല ഉറപ്പുണ്ട്, അന്ന് ദൈവം എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി. ഈ കഴിഞ്ഞ 5 വർഷവും നമ്മൾ അന്ന് രക്ഷിക്കപ്പെട്ടു എന്ന് വെച്ച് നമ്മൾ പാപങ്ങൾ ചെയ്യാണ്ടിരിക്കുന്നില്ല. പക്ഷേ പാപങ്ങൾ ചെയ്താലും അതിൻ്റെ ആ ഒരു കുറ്റബോധം ഉണ്ടാവുകയും അത് ഏറ്റുപറയാൻ ദൈവം എന്നെ പലപ്പോഴും സഹായിച്ചു. പോയി കഴിഞ്ഞ മാസങ്ങളിലായാലും CB അച്ഛനെ ദൈവം ബലപ്പെടുത്തി. ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാനായാലും എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാനുള്ളൊരു ഫ്രീഡം ഉണ്ടായിരുന്നു. സൺഡേ സ്കൂളിലായാലും ടീച്ചർമാരോടും ഞാൻ വർഷങ്ങളായിട്ട് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ചോദിക്കായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഉണ്ടായ അവസരങ്ങളിലോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുന്നു. ഇനിയും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ മുറുക്കെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ.
Praise the Lord. Respected Bishop, Achin, teachers, parents, and all my dear friends, today I am here to testify my faith in Lord Jesus Christ. I accepted Jesus as my personal savior when I was attending a CEF VBS. It was a touching moment when Dr. Jerry George Matthew gave an altar call. I accepted Jesus as my personal savior on 8th August 2024. I confess that I am a sinner and acknowledge that He sent Jesus on the cross so that I can be saved from my sins and have an eternal life. I surrender myself to you, Lord. Cleanse me and take full control of my life so that I can resist Satan and his temptations. I put my trust and faith in you. Thank you, Lord, for forgiving me and my sins, for your compassion and your mercy on me. I'm choosing to be baptized today as a declaration that Jesus is my personal Savior. And Lord, I belong to you. I want to spend the rest of the days of my life following Him and growing in Him. I would like to end my testimony by saying 2 verses from the Bible. 2 Corinthians 5 verse 17. Therefore, if anyone is in Christ, the new creation has come. The old is gone, the new is here. As the word says in Romans 10 verse 9, if you confess with your mouth that Jesus is Lord and believe in your heart that God raised Him from the dead, you will be saved. Please uphold me in your prayers. Thank you. Praise the Lord, respected Bishop, Most Writer, and Thomas Abraham Timei, a parish vicar, Reverend C.B. P.J., our senior Achin, Reverend K.C. Jorchin, and our parish members, senior members, believers, and all my friends. Greetings to you all in the matchless and precious name of Lord and Savior Jesus Christ. I thank and praise God for giving me this wonderful opportunity in my life. Today is a very special day for me today because I am taking the baptism in obedience to the Word of God. I also want to thank my parents, grandparents, and my family members for guiding me in the Word of God. Their love, guidance, and prayer had brought me to grow in faith and brought me to this place. On 12th June of 2025, during a VBS, I accepted Jesus Christ as my personal Savior. I agree that Jesus came to this world to save me. He shed His precious blood for me. He died for me on the cross of Calvary for my sins. I'm a sinner, and without Jesus Christ, I have no hope. Before, I was under the bondage of sin and Satan, but now I am free in Christ. Today, through baptism, I leave my old life behind and to publicly declare that I belong to Jesus Christ. Jesus will always be my Savior, my Lord, and my Master. I would like to read a verse in 2 Corinthians 5 verse 17. Therefore, if anyone is in Christ, the new creation has come, the old has gone, the new is here. I kindly request all of you to please keep me in your prayers that I may remain faithful to the Lord until the very end and be a witness for Him wherever I go. Thank you. It's a real joy to listen to the testimonies of our children. We praise God for all the 6 of them. May God bless them. Now I request Pastor Manoj Umman, who is present here, to pray for these candidates. Are you here, Pastor Manoj Umman of ELC? Okay. Then you can come here and pray. Let's pray. Father, as we come to your throne room of grace this morning, Lord, we lift up our children to your throne room of grace. Father, we thank you for the grace that you've given them, Lord, to trust in you and to take this bold step of faith into you, baptizing in the name of the Lord. Thank you, Jesus, for the grace that you're giving them. Father, we just want to bless our children in the name of Jesus.
We pray that your hand will be upon their lives, and we pray, Father God, that your grace will surround them, strengthen them in their walk, in this walk of faith in you, Lord. Father, this day as they walk into the waters of baptism, Lord, we thank you for the grace, even as they have accepted you as their personal Savior. Lord, we ask you, fill them with the power of the Holy Spirit, Lord. Father God, that they will be witness. Oh, they will be a people who will go forth into the world and proclaim Christ. We thank you for the anointing that you've given them and the grace, Lord, that you've given them. Lord, so we surrender them and their families to your throne room of grace. And Lord, in this church, as they will be a witness and into the world, we pray, oh, baptize them with the power of the Holy Spirit, Lord. We just need your hand, Lord, over our children's lives. In this darkened world, they will be beacons of light. We pray, Father God, that you will anoint them a special way today. Lord, as the heavens rejoices with you, Lord God, we just want to thank you. Lord, as the heavens stands and clasp hands along with our children as they take this great step of faith, Lord, we ask you, release a greater anointing. Lord, as all their lifetime, they will remember this day, Lord, for the glory of the Lord. Holy Spirit, we just want to anoint them, Lord, Father, afresh. Release a fresh anointing. Oh, thank you, Father God. Baptize them with the power of the Holy Spirit. Lord, with the gifts of the Holy Spirit. Oh, Lord, and the fruits of the Holy Spirit will manifest mightily into their lives. Spirit of the living God, we ask you, do your mighty thing. Lord, in this darkened world, as we said, Lord, they will be beacons of light, a light that will shine out for glory of God. Oh, they will proclaim Christ to the ends of the earth. Lord, in their schools, in their families, wherever they go, they will be children of God. Oh, Lord, we ask you, oh, yes, Father God, the darkness will not overtake them, but they will be a mighty people of God. They will be the royal priesthood, a holy nation. Oh, Lord, we ask you, anoint them afresh, Master. Thank you, Father God, for doing so. Seal them with your precious blood. Hide them behind the cross. Lord, we pray, Lord, that they will grow in the knowledge of the Lord. We pray that they will grow in stature. They will grow in favor of God and in favor of man. And Lord, we know that you will do all things beautiful into their lives, Lord. Father God, we just want to thank you for this beautiful opportunity and the greatest moments in this earth as we live, that we can testify unto the Lord. Thank you, Father God, for the supreme sacrifice that you have done for us and for our children. Thank you, Father God, for doing so. So we speak blessings into the children's lives, into their future. And from this day on, we proclaim into their lives that they will see great and mighty things. Lord, even as you said to Nathaniel, Lord, even as you said to Philip, Lord, even as you said to your disciples, they will see great and mighty things into the future. And they will be the pillars of the church. And they will be the people of God. We thank you, Father God, for this holy generation. We speak holiness into their lives. We pray, Lord God, they will grow forth into holiness in knowing you and loving you. All the days of their lives will be acceptable in thy presence, Father. Thank you for the grace that you have given us. In Jesus' mighty, mighty name we pray. Amen. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കുഞ്ഞുങ്ങൾ മുമ്പിലോട്ട് വന്നിരുന്നാൽ സേവിച്ചിടും നിന്നെ ഞാൻ, എന്നെ യേശുവേ സേവിച്ചിടും നിന്നെ ഞാൻ എന്നുള്ള പാട്ട് നമുക്ക് പാടാം. സേവിച്ചിടും നിന്നെ ഞാൻ, എന്നെ യേശുവേ സേവിച്ചിടും നിന്നെ ഞാൻ, എന്നെ യേശുവേ സേവിച്ചിടും നിന്നെ ഞാൻ. ജീവനെനിക്കായി ക്രൂശിൽ വച്ചു തന്നേ, ജീവനെനിക്കായി ക്രൂശിൽ വച്ചു തന്നേ, ജീവനെ വീണ്ടെടുത്ത പ്രാണനാഥ സേവിച്ചിടും നിന്നെ ഞാൻ, എന്നെ യേശുവേ സേവിച്ചിടും നിന്നെ ഞാൻ. നിൻ കണ്ണാലെന്നെ നീ വഴി നടത്തണം, നിൻ കണ്ണാലെന്നെ നീ വഴി നടത്തണം,
ചെയ്തു ഞാൻ ലോകം ജഡം പിശാചോടു പോർ ചെയ്തു ഞാൻ നിൻ കൊടിക്കീഴിൽ നിന്നു ജയം കൊള്ളും സേവിച്ചിടും നിന്നെ ഞാൻ എൻ്റെ യേശുവേ സേവിച്ചിടും നിന്നെ ഞാൻ. പ്രാരംഭ സ്തുതിയോടുകൂടി നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥനയും അപേക്ഷയും കൈക്കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. സൃഷ്ടാവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ ദൈവമായ കർത്താവേ സ്നാന ശുശ്രൂഷയ്ക്കായി ഇന്ന് അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ കൂട്ടുവരുത്തിയിരിക്കുന്ന അങ്ങയുടെ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഇത്രത്തോളം ഞങ്ങളെ കാത്തു പരിപാലിച്ചതിന്റെ കരുണയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വിശേഷിച്ചും സ്നാനത്തിനായി ഇപ്പോൾ അടുത്തു വന്നിരിക്കുന്ന ഈ നിന്റെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഇതപര്യന്തമുള്ള അവരുടെ വളർച്ചയിൽ നീ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കുമായി ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു. തിരുസന്നിധിയെ പറ്റിയുള്ള ബോധത്തോടും നിന്നുള്ള വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ ചെയ്യണമേ. 139 സങ്കീർത്തനത്തിൽ നിന്നും ചില ഭാഗങ്ങൾ വാക്യപ്രതിവാക്യമായിട്ട് വായിക്കും. പ്രിയപ്പെട്ട KC ജോർജ് അച്ഛന് ഈ സമയത്ത് നേതൃത്വം നൽകും. അങ്ങല്ലോ എൻ്റെ അന്തരങ്ങളെ നിർമ്മിച്ചത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അങ്ങ് എന്നെ മെടഞ്ഞു. ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തി അത്ഭുതമാകുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം അങ്ങേക്ക് മറവായിരുന്നില്ല. ദൈവമേ, ഞങ്ങളുടെ വിചാരങ്ങൾ എനിക്ക് എത്ര കഠിനമായോ, അവയുടെ ആകത്തുകയും എത്ര വലിയത്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈ സമയത്ത് ഈ കുഞ്ഞുങ്ങളോടുള്ള അവരുടെ പ്രതിജ്ഞ, കമ്മിറ്റ്മെന്റ് ഓഫ് ദ കാൻഡിഡേറ്റ്, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് you have to answer. You should answer, I renounce them all. For the first question, the answer expected from you is, I renounce them all. Do you renounce the devil and all his schemes, the vain glory of the world, with all covetous desires of the same,
and the carnal desires of the flesh, so that you will not follow, nor be led by them. The next question, the answer is, I steadfastly believe. Do you believe in Jesus Christ as your Lord and Savior? For the next question, that is my desire, I will endeavor to do so by God's grace. Will you believe and obey the word of God and keep God's holy will and commandments and walk in the same all the days of your life? Okay. Now we will have the reading from the epistle Romans 6:1-14. Romaലേഖനം 6:1-14. യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു, നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനും തന്നെ അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായില്ലെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടെ ഏകീഭവിക്കും. നാം ഇനിയും പാപത്തിനടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യനവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്നും മോചനം പ്രാപിച്ചിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ടോ ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഇനിയും മരിക്കുകയില്ല. മരണത്തിന് അവൻ്റെ മേൽ ഇനിയും കർത്തൃത്വമില്ലെന്ന് നാം അറിയുന്നുവല്ലോ. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിനും ജീവിക്കുന്നു. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർന്ന് ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്ന് നിങ്ങളെ തന്നെ എണ്ണുവേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നമുക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന വിശുദ്ധ ലൂക്കോസിന്റെ യോഹന്നാനും എഴുതിയ ജീവൻ നൽകുന്ന അറിയിപ്പായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സുവിശേഷം. ലൂക്കോസിന്റെ സുവിശേഷം 3:15-16 വാക്യങ്ങൾ. ജനം കാത്തുനിന്നു. അവൻ ക്രിസ്തു എന്നെല്ലാവരും ഹൃദയത്തിൽ യോഹന്നാനെ കുറിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ എല്ലാവരോടും ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു. അവൻ്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. യോഹന്നാൻ 3:5-6. അതിന് യേശു, ആമീൻ ആമീൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നമുക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ വിശ്വാസ പ്രമാണം കേട്ടില്ല. പിതാവായ സർവശക്തനായ ദൈവത്തിന്റെ ഏകപുത്രനും സ്ഥലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും അപമാനത്തെ കുറിക്കുന്ന സ്നാനം ദൈവമായ കർത്താവേ, ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയാലും അനുഗ്രഹങ്ങളാലും മനുഷ്യ സ്നേഹത്താലും ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊണ്ട് ഇവരെ അവിടുന്ന് ശുദ്ധീകരിക്കണമേ. കർത്താവേ, പാപത്തിന്റെ സകല മലിനതയിൽ നിന്നും കറയിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന യഥാർത്ഥമായ ശുദ്ധീകരണത്തിന്റെ ഉറവ ഞങ്ങൾക്ക് അങ്ങ് മാത്രമായിരിക്കുന്നുവല്ലോ. രക്ഷിക്കുന്നവനും തുടച്ചു പിടിപ്പാക്കുന്നവനും
സകല നന്മകളെ നൽകുന്നവനും നീ ആകയാൽ അങ്ങേക്കും അവിടുത്തേക്ക് പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റുന്നു. രക്ഷിക്കപ്പെട്ടവരെ പരിശുദ്ധാത്മാവിനാൽ ഉയരത്തിനുള്ള ശക്തി പ്രാപിക്കുവാൻ ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയും വിശുദ്ധിയും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യരെ ധരിച്ചിരിക്കുന്നുവല്ലോ. അവിശ്വാസികളായ മനുഷ്യരുടെ മുമ്പിൽ ജീവന്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊള്ളുന്നവരും വിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യവനെ പ്രാപിക്കുന്നതിന് ബന്ധപ്പെടുന്നവരുമായിരിക്കും. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി എൻ്റെ ഏറിയ അനുഗ്രഹങ്ങളാൽ ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിക്കാമെന്നും എന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ ധാരാളമായി നൽകാമെന്നും വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കർത്താവ് എൻ്റെ ആത്മാവോട് നമ്മെ അഭിഷേകം ചെയ്യുകയും സ്വർഗത്തിലെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങൾ കൊണ്ടും നമ്മെ ആശീർവദിക്കുകയും എൻ്റെ ഏകപുത്രനോടുകൂടെ നമ്മെ തൻ്റെ മഹിമാസനത്തിൽ ഇരുത്തുകയും ചെയ്യുമാറാകട്ടെ. ദൈവമായ കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവ് കൊണ്ടും പരിജ്ഞാനം കൊണ്ടും ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധവും നിർമ്മലവുമായ ജീവിതം കൊണ്ട് ഇവരെ നീ അലങ്കരിക്കണമേ. ഈ നിന്റെ മക്കൾ പുത്രസ്വീകാര്യത്തിന്റെ കൃപയാൽ അലങ്കരിക്കുകയും ആത്മീയ ആട്ടിൻകൂട്ടത്തിൽ എണ്ണപ്പെടുകയും നിനക്കും നിന്റെ ഏകപുത്രനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുന്നതിന് കൃപ നൽകണമേ. കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ദൈവമായ കർത്താവേ, ഈ നിന്റെ മക്കൾക്ക് വേണ്ടിയും അവരുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ മാതാപിതാക്കളെയും പ്രിയപ്പെട്ടവരെയും ബന്ധുജനങ്ങളെയും അനുഗ്രഹിച്ച് ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ആവശ്യമുള്ള എല്ലാ ശക്തിയും കൃപയും നൽകി അവരെ പാലിക്കണമേ. കുടുംബത്തിലും ഇടവകയിലും സഭയിലും രാജ്യത്തിലും അവിടുത്തെ ഉത്തമ സാക്ഷികളായി ജീവിപ്പാനും നിന്റെ കൃപയുടെ സുവിശേഷം ഘോഷിപ്പാനും അവർക്ക് കൃപ ചെയ്യണമേ. രോഗങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ആപത്തനർത്ഥങ്ങളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളണമേ. ഇവരുടെ ആത്മീയ വളർച്ചയ്ക്കും ജീവിതത്തിനും ആവശ്യമുള്ളതെല്ലാം അവിടുന്ന് നൽകണമേ. തങ്ങളെയും തങ്ങൾക്കുള്ള വകകളെയും നിനക്കിഷ്ടവും പ്രസാദവുമുള്ള ആത്മീയാഗമായി സമർപ്പിക്കുവാനും വിശ്വസ്തയോട് നിന്നെ സേവിക്കുവാനും നീ സൗജന്യമായി നൽകിയിരിക്കുന്ന വസ്തുവകൾ ത്യാഗപൂർവ്വം നിന്റെ സഭയുടെയും മറ്റും ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവിടുവാനും നീ അവർക്ക് കൃപ നൽകണമേ. നിന്റെ സർവശക്തിയുള്ള വലം കൈയിലും കീഴെയുള്ള ശാശ്വത ഭുജങ്ങളിലും ഞങ്ങൾ അവരെ പരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ സഭയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. സ്നേഹത്തിലും കൂട്ടായ്മയിലും വർദ്ധിച്ചു വരുവാനും അവിടുത്തെ രാജ്യത്തിന്റെ ധീരയോദ്ധാക്കളായി വിജയകരമായി പോരാടുവാനും ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപയരുളുകയും ചെയ്യണമേ. ഈ സമയത്ത് നമ്മൾ ബാപ്റ്റിസ്റ്റിയുടെ അടുത്തേക്ക് പ്രൊസീഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എല്ലാവർക്കും ഒരു നിമിഷം ഇരിക്കാം. ഇവിടെ വോട്ട് ഓഫ് താങ്ക്സ് ഇവിടെ പൂർത്തിയാക്കിയിട്ട് നമ്മൾ അങ്ങോട്ട് പോകും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ. ഇതിന് ബഹുമാനപ്പെട്ട ബിഷപ്പ് ഡോക്ടർ തോമസ് എബ്രഹാം, പ്രിയപ്പെട്ട കൊച്ചമ്മ, കെ സി ജോർജ്, വികാരി സി ബി അച്ഛൻ, നിങ്ങൾക്കെല്ലാം മറ്റു വാക്കില്ല നന്ദി പറയാനായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾ പേരൻസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു ദിവസമാണ് ഇന്ന്. കാരണം നമ്മൾ ഭൗതികമായിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ അതുകൊണ്ട് ജോലി കിട്ടുന്നതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ലെന്നല്ല. എന്നാൽ അതിലൊക്കെ ഉപരിയായിട്ട് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണ് ഇന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചാൽ ഈ കുഞ്ഞുങ്ങൾ ഇവരറിഞ്ഞ ഈ സത്യം, ഇവരറിഞ്ഞ ഈ സുവിശേഷം അല്ലെങ്കിൽ അവരുടെ ജീവിതകാലം മുഴുവൻ അവർ പിന്തുടരുവാനും അവരറിഞ്ഞ ഈ സത്യത്തിൽ അവർ നിൽക്കുവാനും അതിൽ ഉറച്ചു നിൽക്കാനും എവിടെ ചെന്നാലും ദൈവത്തിന്റെ സാക്ഷികളായിട്ട് മറ്റുമുമ്പിൽ പ്രകാശിക്കുന്ന ഗോപുരങ്ങളായിട്ട് അവരെവിടെ ആക്കപ്പെട്ടാലും അവിടെ ആയിരിക്കാനും നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയെ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇത്രയും ബഹുമാനപ്പെട്ട പ്രിസൈഡിംഗ് ബിഷപ്പ് തിരുവേനി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചിവിടെ കടന്നു വന്നു. ഇതിന് വേണ്ട നേതൃത്വം നൽകി. അതോടൊപ്പം പ്രിയ കൊച്ചമ്മയെ സംബന്ധിച്ച് കൊച്ചമ്മ എൻ്റെ ഡിഗ്രിക്ക് എൻ്റെ ക്ലാസ് ടീച്ചറുണ്ടായിരുന്നു. അങ്ങനെ ഒരു റിലേഷനും കൂടി ഉണ്ട്. അന്നേരം പ്രിയ തിരുവേനിയെയും കൊച്ചമ്മയും ഞങ്ങൾ പേരൻസിൻ്റെ പേരിലും ഇടവകയുടെ പേരിലും എല്ലാവരുടെയും പേരിലുള്ള നന്ദിയെ ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുന്നു.
അതുപോലെ പ്രിയപ്പെട്ട KC ജോയ് അച്ഛനോട് ആയിരിക്കുന്നു. അച്ഛനോട് ഉള്ള നന്ദി. അച്ഛൻ വന്നു, ഇവിടെ വന്ന വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തു തന്നു. അച്ഛനോട് ഞങ്ങളുടെ പേരൻസിൻ്റെ പേരിലും ഇടവകയുടെ പേരിലുമുള്ള നന്ദിയ സ്നേഹം ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ പ്രിയപ്പെട്ട വികാരി CB അച്ഛന് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നിങ്ങൾക്ക് വേണ്ടി വളരെയധികം സമയം ചെലവഴിച്ചു. ക്ലാസ്സുകൾ എടുത്തു, ഓൺലൈനും ഫിസിക്കലും അല്ലാതെയും ഒക്കെ ഒത്തിരി സമയം അച്ഛന് ചെലവഴിച്ചു. പ്രിയ അച്ഛനോട് ഞങ്ങളുടെ പേരൻസിൻ്റെ പേരിലും ഇടവകയുടെ പേരിലും എല്ലാവരുടെ പേരിലുമുള്ള നന്ദിയ സ്നേഹം ഈ സമയത്ത് ഞങ്ങൾ അറിയിക്കുന്നു. ഇവിടെ കടന്നു വന്ന P. മോഹൻചാനോട് അങ്ങനെ സീനിയർ മെമ്പേഴ്സ് കടന്നു വന്ന എല്ലാവരോടും, ഇടവകയുടെ ഭാരവാഹികളുണ്ട്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ്, അതോടൊപ്പം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ കടന്നു വന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹിതർ, ബന്ധുമിത്രാദികൾ, അതുപോലെ ഫോട്ടോ എടുക്കുന്നവർ, എല്ലാവരോടും ഇവിടെ കടന്നു വന്ന എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. ഞങ്ങളെ വിളിച്ചതുപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ വിരമിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഫോട്ടോ എടുത്ത ശേഷം ഒരു പ്രൊസഷനായിട്ട് ബാപ്റ്റിസ്റ്റിയുടെ അടുത്തേക്ക് പോകുന്നതായിരിക്കും. അവിടെ പോയി ഓരോരുത്തരായിട്ടുള്ളവരുടെ ബാപ്റ്റിസ്റ്റ് ഇവിടെ നിന്ന് അച്ഛന് മുന്നോട്ട് കയറും. ഓക്കെ, മുന്നോട്ട് ഇറങ്ങി പോകണം. ഓക്കെ, റെഡി. മാറില്ലേ മോടി. ഇനി നമ്മൾ എൻ്റെ രക്ഷക എൻ ദൈവമേ നിന്നിലായ നാൾ ഭാഗ്യമേ എന്നുള്ള പാട്ട് പാടി ബാപ്റ്റിസ്റ്റിയുടെ അടുത്തോട്ട് പോകുന്നത്. എൻ്റെ രക്ഷക ദൈവമേ നിന്നിലായ നാൾ ഭാഗ്യമേ എന്നുള്ളത്തിൽ സന്തോഷത്തെ എന്നും ഞാൻ കീർത്തിച്ചിടട്ടെ. ഭാഗ്യനാൾ യേശു എൻ പാപം തീർത്ത നാൾ. ഭാഗ്യനാൾ യേശു എൻ പാപം തീർത്ത നാൾ. കാത്തു പ്രാർത്ഥിക്കാറാക്കിടാൻ ആർത്തു ഘോഷിക്കാറാക്കിടാൻ. ഭാഗ്യനാൾ യേശു എൻ പാപം തീർത്ത നാൾ. വൻക്രിയായ സ്വീകരിച്ചു ശബ്ദത്തെ. യേശു എൻ പാപം തീർത്ത നാൾ. കാത്തു പ്രാർത്ഥിക്കാറാക്കിടാൻ ആർത്തു ഘോഷിക്കാറാക്കിടാൻ. ഭാഗ്യനാൾ യേശു എൻ പാപം തീർത്ത നാൾ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഈ നല്ല അനുഗ്രഹിക്കപ്പെട്ട അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് സ്നാന ശുശ്രൂഷയ്ക്കായിട്ട് യേശു കർത്താവിനായിട്ട് തങ്ങളുടെ ജീവിതം സമർപ്പിച്ച് ഞങ്ങൾ യേശുവിനുള്ളവരാണ് എന്ന സാക്ഷ്യം പറഞ്ഞ് കർത്താവേ, ഇന്ന് സ്നാനത്തിനായി ഒരുങ്ങി അടുത്ത് വന്നിരിക്കുന്ന ഈ നിൻ്റെ മക്കളെ
ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലേവി വർക്കി ജോർജിനെയും ജെർമിയ കുര്യൻ ജോജോയെയും ഈഥൻ മാത്യു സുനിലിനെയും റൂഫസ് ലിനുവിനെയും റൂത്ത് മറിയ എബിയെയും ക്രിസ്ത്യൻ ആൻഡ് റനിലിനെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇതിൻ്റെ മക്കളുടെ മേൽ അവിടുത്തെ കൃപ പകരണമേ. കർത്താവിൻ്റെ സാക്ഷികളായി ജീവിപ്പാനിട വരുത്തണമേ. അവർക്ക് സ്നാനം നൽകുന്ന പ്രിയപ്പെട്ട അച്ഛനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വെള്ളത്തിലിറങ്ങി സ്നാനപ്പെട്ട് കർത്താവിനോട് ചേർന്ന് അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ജീവിതം നയിപ്പാൻ അവരെ സഹായിക്കണമേ. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ശുശ്രൂഷയിൽ അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. യേശു നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ. ഇവിടെ കുഞ്ഞുങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ തിരിച്ചു കയറി വരുമ്പോൾ അവരുടെ ചേഞ്ച് റൂമിലോട്ട് അവരുടെ പേരൻസ് അവരെ കൊണ്ടുപോയി ഓരോരുത്തരായിട്ട് ചേഞ്ച് ചെയ്ത് മടങ്ങി വരാം. ഈ സമയത്ത് ആദ്യമായിട്ട് ലേബി വർക്കി ജോർജ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ലേവി വർക്കി ജോർജിനെ സ്നാനപ്പെടുത്തുന്നു. ജെറമായ കുര്യൻ ജോജോ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജെറമിയ കുര്യൻ ജോജോയെ സ്നാനപ്പെടുത്തുന്നു. അടുത്തത് ഈഥൻ മാത്യു സുനിൽ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഏതൻ മാത്യു സുനിലിനെ സ്നാനപ്പെടുത്തുന്നു. റൂഫസ് ലിനു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ റൂഫസ് ലിനുവിനെ സ്നാനപ്പെടുത്തുന്നു. റൂത്ത് മറിയ എബി.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ രൂത്ത് മരിയ എബിയെ സ്നാനപ്പെടുത്തുന്നു. അടുത്തത് ക്രിസ്റ്റ ആൻഡ് റെനിൽ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ക്രിസ്റ്റ ആൻഡ് റെനിൽ സ്നാനപ്പെടുത്തുന്നു. ആമേൻ. സാക്ഷി നിൽക്കൂ നന്മനമേ എന്നുമെന്നിൽ ഒതുക്കുന്നു നന്മുദ്രാനീ ശുദ്ധാത്മാവേ യേശു എൻ പാപം തീർത്തനാൾ കാത്തു പ്രാർത്ഥിക്കാരാഗീതാ ആർത്തു ഘോഷിക്കാരാഗീതാ KC ജോർജ് അച്ഛനെ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. സ്നേഹവാനായ കർത്താവേ, പുതിയ നന്ദിയോടെ ഞങ്ങളെ വാഴ്ത്തുന്നു. ഈ പ്രിയപ്പെട്ട ഭാഗ്യത്തിനായി അവർ ചെയ്തിരിക്കുന്നതായ സ്ഥാപനങ്ങളും തീരുമാനങ്ങളും ഒക്കെ ഫലവത്തായി തീരുവാനും ഞങ്ങളുടെ വിശ്വാസ സാക്ഷികളായി ജീവിക്കുവാനും ഞങ്ങളുടെ പരിശുദ്ധാത്മാവാണ് അവരെ നടക്കണമേ, അനുഗ്രഹിക്കണമേ. അവരെ അന്വേഷിച്ചിരിക്കുന്നതായ പുതിയ ജീവിതം അനുഗ്രഹമായി തീർക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, എല്ലാ കുടുംബാംഗങ്ങളെ ഞങ്ങൾക്ക് ഈ ഒരു ഭൂമിയിൽ ഞങ്ങളെ സഹായിച്ച് വഴി നടത്തുന്നതിനായി ഞങ്ങളേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വരവിനായിട്ട് ഞങ്ങൾ ഒരുക്കണമേ. ദിവ്യ പ്രത്യാശയിലും ദിവ്യ സമാധാനത്തിലും ഞങ്ങളെല്ലാം കാക്കണം. രാജ്യത്തെയും മരങ്ങൾ സമർപ്പിക്കുന്ന വലിയ നാമത്തിൽ വിനയമായി പ്രാർത്ഥിക്കുന്നു. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും അന്യനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും സഹവാസവും കൂട്ടായ്മയും അനുഗ്രഹങ്ങളും ആശീർവാദം നാം എല്ലാവരോടും വിശിഷ്യ ഇന്ന് സ്നാനമേറ്റ 6 കുഞ്ഞുങ്ങളോടും അവരുടെ മാതാപിതാക്കളോടും കുടുംബങ്ങളോടും അവരുടെ ആത്മീയ ജീവിതത്തോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.